ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഒരു അടിപൊളി ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇന്നിപ്പോൾ നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്കാണെങ്കിൽ ഇത് പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് പക്ഷേ നമ്മൾക്ക് വേണ്ടത് ദോശ ബാറ്റർ അല്ലെങ്കിൽ ഇഡ്ഡലി ബാറ്റർ തന്നെയാണ് വേണ്ടത്. നമ്മൾക്കിപ്പം ബാക്കി വന്ന മാവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതായാലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇഡ്ഡലിക്ക് അരച്ചിട്ടുള്ള മാവ് ബാക്കി വന്നപ്പോൾ അതാണ് എടുക്കുന്നത്. അതിലോട്ട് നമ്മൾ കുറച്ച് മല്ലിയില ചേർക്കുക, അതുപോലെ ക്യാരറ്റ് അരിഞ്ഞത് ചേർക്കുക, ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർക്കുക. ഉള്ളി എന്ന് പറയുമ്പോൾ സവാളയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ സാമ്പാർ പൊടിയും കൂടെ ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് അപ്പത്തിൻ്റെ ചട്ടി ഉണ്ടല്ലോ, അത് നമ്മൾ അടുപ്പിൽ വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ മാവ് ഇതിലോട്ട് ചേർക്കാം. ഇപ്പോൾ ഇതൊരു ചെറിയ കയ്യിലായതുകൊണ്ട് 2 കയ്യിൽ ഒഴിച്ചിട്ടുണ്ട്. വലിയ കയ്യിലാണെങ്കിൽ 1 കയ്യിൽ ഒഴിച്ചിട്ട് പിന്നെ അതങ്ങ് മൂടി വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു സൈഡൊക്കെ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമ്മൾ തിരിച്ചിടുക. ഇത് ഇത്തിരി കട്ടിയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേവിക്കുമ്പോൾ മൂടി വെച്ചിട്ട് വേവിച്ചില്ലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. ഇനി ഇത്തിരിയും കൂടെ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നടുക്ക് വെന്തിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ കുത്തി നോക്കുകയാണ്. ഉള്ളിലില്ലെങ്കിൽ മാവ് ഉണ്ടാവും ചിലപ്പം, അതുകൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഈ ഒരു ഇഡ്ഡലി മാവ് അല്ലെങ്കിൽ ദോശമാവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുകയാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും. കാരണം നമ്മൾ ക്യാരറ്റ് മാത്രമല്ല, നമ്മൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം. ഞാനിപ്പം ഇതിൽ ക്യാരറ്റ് മാത്രമായിട്ട് ചേർത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്തിട്ട് ഉണ്ടാക്കാം. അതുപോലെ ഇനി 4 മണി പലഹാരമായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിനിപ്പം തക്കാളി ചട്നിയുടെ കൂടെ കഴിക്കുകയാണ്. തക്കാളി ചട്നിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, ലിങ്ക് കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു വിഭവം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.